1689 മാർച്ച് 11 കലിമ ചൊല്ലാൻ ഔറംഗസീബ് ആക്രോശിച്ചത് ധീരനായ സംഭാജിയോടായിരുന്നു. ഇഞ്ചിഞ്ചായി മരണപ്പെടുമ്പോഴും സംഭാജിയും പിന്മുറക്കാരും ഇസ്ലാമിക ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല. 1704 ഡിസംബർ 26 ഫത്തേ സിംഗിനോടും സൊറാവർ സിംഗിനോടും കലിമ ചൊല്ലാൻ നിർബന്ധിച്ചപ്പോഴും ധീരന്മാരായ പിഞ്ചു ബാലന്മാരും ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല. 1789 വാളും ഖുറാനുമായി മലബാറിൽ പടയോട്ടം നടത്തിയ ടിപ്പുവും കലിമ ചൊല്ലാൻ ആക്രോശിച്ച് 10,000-ങ്ങളെ കൊന്നൊടുക്കിയപ്പോഴും ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ ഹിന്ദു സമൂഹം വിറച്ചില്ല. 1921 തൂവൂർ കിണറിന്റെ വക്കിൽ കൊണ്ടുപോയി കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോഴും അറുത്തുമാറ്റിയ തലകളാൽ കിണർ നിറയുന്നത് കണ്ട ഹിന്ദു സമൂഹവും ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ തളർന്നില്ല. 1989 ഇന്നലെ വരെ സ്വന്തം അയൽപ്പക്കക്കാരനായി സ്നേഹിച്ച ഇസ്ലാം മതവിശ്വാസി വാളുമായി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി തോക്കു ചൂണ്ടിയപ്പോഴും സ്വന്തം ജീവൻ കൊടുത്താണ് കാശ്മീരി പണ്ഡിറ്റുകൾ കലിമ ചൊല്ലാതെ നാടിന്റെ അഭിമാനം കാത്തത്. കാശ്മീരിന്റെ മണ്ണിൽ വന്ന് അവർ കലിമ നോക്കി. വെടിവെച്ചു കൊല്ലുമ്പോൾ ഓരോ ഭാരതീയനും ഓർക്കുക, വീടിനു മാർക്കിടാൻ കയ്യിൽ തോക്കേന്തിയവർ നിങ്ങൾക്കടുത്തുണ്ടാകും. അടക്കാനാവാത്ത ദുഃഖത്തിലാണെങ്കിലും രാമചന്ദ്രന്റെ ഭാര്യ ശ്രീമതി ഷീല പറഞ്ഞത്, രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗണഗീതം ആലപിക്കണമെന്നാണ്. ഈ ഭാരതത്തെ ആർക്ക് തകർക്കാനാവും? ഭീകരന്മാരെ, നിങ്ങൾ എത്ര കലിമകൾ ചൊല്ലിയാലും തകർക്കാനാകുമോ ദേശാഭിമാനികളായ ദേശീയ വീരന്മാരുടെ പിന്മുറക്കാരെ?